എന്ത് രസമല്ലേ രാവിലെ എണീറ്റ് ഇങ്ങനെ ഈ ഒരു പക്ഷികളുടെ സൗണ്ടും ഒക്കെ കേട്ടിരിക്കാൻ. പക്ഷെ നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ എണീറ്റാൽ പക്ഷിയുടെ സൗണ്ടൊക്കെ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ അടുക്കളയിലൊന്നും ആവിയല്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു മോർണിംഗ് വ്ലോഗാണ്. പതിവുപോലെ അടുക്കളയിലെത്തി ജനാലയൊക്കെ തുറന്നു. ആദ്യം കുടിക്കാനുള്ള വെള്ളവും ഒത്തിരി ചോറ് പഴഞ്ചോറ് തിളപ്പിക്കാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. ചപ്പാത്തിയും അതുപോലെ തന്നെ സാമ്പാറാണ്. പിന്നെ ഇന്നിപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ എന്ന് പോട്ടെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽ എടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം അടുത്ത് വെച്ചു. അതുപോലെ തന്നെ പഴഞ്ചോറ് തിളപ്പിക്കാനുണ്ടെന്ന് വെച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചപ്പാത്തിക്ക് കുഴയ്ക്കാനുള്ള വെള്ളം കൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ പത്തിരി ഇട്ടപ്പം ഒരുപാട് പേര് ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരുത്ത പറഞ്ഞു തന്നു പത്തിരി ഒരുപാട് തര മറിച്ചിടരുത്, 5 വരെ എണ്ണണം, 5 വരെ എണ്ണിയിട്ട് പിന്നെ രണ്ടാമത് മറിച്ചിടുമ്പോൾ 10 വരെ എണ്ണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടിപ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിനി അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ഓർത്തിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വേഗം തന്നെ ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കണം. കാരണം ഈ അപ്പമൊക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചിങ്ങനെ അത് തന്നെ ഒരു ഇതായി കഴിയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാൻ തോന്നിയല്ലേ എന്ന് പറഞ്ഞോണൊക്കെ അന്നേരമുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നേരത്തെ അധികം സമയം എടുക്കുന്ന പരിപാടിയാണ്. പിന്നെ ചപ്പാത്തി പ്രസ് എന്ന് പറയുന്ന സാധനം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ശരിക്കും ഒരെണ്ണം. അത് ഒരു കുഞ്ഞതാണ്, തീരെ കുഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കിയപ്പോൾ എന്തോ ഒട്ടിപ്പിടിച്ചായിരുന്നു അന്ന്. എന്തോ അത് വന്ന് ഞാനത് മാറ്റി വെച്ചു. പിന്നെ സാധനം എടുത്തിട്ടില്ല. കുഞ്ഞതാണ് താനും. ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര വലിപ്പമില്ല, ഈ പൂരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ കാര്യം മറന്നും പോയായിരുന്നു അന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിനകത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കണം. അതാണെങ്കിൽ എളുപ്പം ഉണ്ടാവുമല്ലോ പരത്താൻ. അപ്പോൾ ഇന്ന് ചക്കക്കുരുവാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ ചക്കക്കുരുവൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി ടിന്നിനകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയുടെ തോലൊക്കെ പൊളിച്ച് എടുത്ത് വെച്ചു. ഇങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പിറ്റേന്ന് രാവിലെ പണി പെട്ടെന്ന് തീരുട്ടോ അടുക്കളയിലെ. നമ്മളെ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഈ പച്ചക്കറി അരിയലിലൊക്കെയാണ്. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് പണി തീരുമല്ലോ എന്ന് ഓർത്തു അതവിടെ വെള്ളത്തിയിട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം പോയി എടുത്തിട്ടു. അതവിടെ കിടന്ന് കറങ്ങിക്കോളും, നമുക്ക് ആ സമയം കൊണ്ട് പണികളൊക്കെ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് ഭയങ്കര പാടായേക്കുവാണ്. വേനൽ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ മടുത്തു തുടങ്ങി സത്യം പറഞ്ഞ്. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഭയങ്കര ഇടിയും ഇതൊക്കെ വന്ന് ഭയങ്കര കാറ്റായിരുന്നു. അന്ന് പിന്നെ മഴ പെയ്തില്ല കേട്ടോ. കാറ്റ് മഴ കൊണ്ടുപോയി എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ കണക്കായിരുന്നേ. പിന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു, വൈകുന്നേരമൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ എന്താണെന്നറിയാമോ, ചക്കക്കുരു അടുപ്പ് വെക്കണ ഭാഗമാണ് കേട്ടോ. ചക്കക്കുരു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു ഉള്ളിയും കൂടെ അതുപോലെ തന്നെ കറിവേപ്പിലയും തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിടും കേട്ടോ. നമ്മൾ അതും കൂടെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് നമ്മൾ വേവിക്കും. വെന്ത് വന്ന് കഴിയുമ്പം എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് മീറ്റ് മസാലയും മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടും കേട്ടോ. എന്നിട്ട് അതങ്ങ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കും. നമുക്ക് ഈ ഇറച്ചിക്കറി മാറി നിൽക്കുമെന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു ഇറച്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറികളൊക്കെ ഇഷ്ടമല്ലാത്ത കറികളൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഈ സംഭവം ഉണ്ടെങ്കിൽ അത്യാവശ്യം കഞ്ഞി കുടിക്കാം കേട്ടോ. ഇത് മാത്രമാണല്ലോ ഉണ്ടെങ്കിലും കഞ്ഞി കുടിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് ആ ചക്കക്കുരുവിൻ്റെ കൂടെ കഴിക്കുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ടുള്ളവർക്കറിയാം. പിന്നെ ഇതൊക്കെ സാധാരണക്കാരുടെ കറിയാണ് കേട്ടോ. ചിലവരൊക്കെ എന്താ പറയുക, ചില ആൾക്കാരൊന്നും ചക്കക്കുരു ഒന്നും കൂട്ടിയല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് കുറേ പേര്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ ആയി കഴിയുമ്പം, നേരത്തെ ഒക്കെ ഇഷ്ടംപോലെ ചക്കക്കുരു മാങ്ങ എല്ലാവരും കഴിച്ചിരുന്ന ആൾക്കാർ വരെ കുറച്ച് സാമ്പത്തികമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചക്കക്കുരു മാങ്ങയോ ഞങ്ങളതൊന്നും കഴിക്കുകയില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്താ പറയണത്, നമ്മൾ ആ കുഞ്ഞിലെ ജീവിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ എന്തായാലും ജീവിക്കുള്ളൂ കേട്ടോ. അതിപ്പോൾ ഉണ്ടായാലും ഇല്ലേലും നമുക്ക് നാണക്കേടൊന്നുമില്ല ചക്കക്കുരു കൂട്ടുണ്ടെന്ന് പറയാനൊന്നും. അപ്പോൾ അതിനിടയ്ക്ക് ചപ്പാത്തി പരത്തിക്കൊണ്ട് വന്നു കേട്ടോ. വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്ത് വരുന്ന കാര്യങ്ങളിങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു. അതൊക്കെ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാ. ഓരോരുത്തരും ഓരോ ടൈപ്പല്ലേ അല്ലേ. അപ്പോൾ ഞാൻ അന്നത്തെ ചപ്പാത്തിയുടെ ഇത് പരത്തിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ചുടുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ചായ വെച്ചു. പിന്നെ സാമ്പാറിൻ്റെ ഇത് കൂട്ടിയിട്ടില്ല കേട്ടോ. അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം പണികൾ കഴിഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് മഴ വീണാണ്. ഇപ്പോൾ രാവിലെയാണ് മുറ്റാടി.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ പോകണം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, ഈ വീട്ടിൽ വന്നിട്ട് ശ്രുതി ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്, മുഖത്ത് സന്തോഷമുണ്ടെന്നൊക്കെ കേട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷിക്കാൻ പേടിയുള്ളൊരു വ്യക്തിയാണ്. ഒരു ദിവസം എൻ്റെ മുഖം നല്ല സന്തോഷമാണെങ്കിൽ 10 ദിവസത്തേക്ക് ദൈവം എനിക്ക് പണി തരും. അതുകൊണ്ട് ശരിക്കും ചിരിക്കാൻ വരെ പേടിയുള്ളൊരു വ്യക്തിയാണ് ഞാനിപ്പോൾ കേട്ടോ. എൻ്റെ ജീവിതം അങ്ങനെയാണ് എന്നെ ജീവിതം പഠിപ്പിച്ചേക്കണേ. ചിലവർക്ക് അങ്ങനെ ആവൂലേ, അറിയില്ല. എല്ലാവർക്കും എന്താ പറയണേ, പലരും പറയണില്ല എടുക്കണില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ കമൻറ്റ് ഇങ്ങനെ കണ്ടു കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു കമൻറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയത് നാളെ എന്താണാവോ പണി വരാൻ പറ്റുന്നതെന്ന് തോന്നും. കമൻറ്റിൻ്റെ അല്ല കേട്ടോ, നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ഇതുവരെയുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്, അതാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളേ. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ അടുക്കളയിൽ ക്ലീനിങ്ങൊക്കെ ഒന്ന് വേഗം തീർക്കുകയാണ് കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോഴേ നമ്മൾ മാക്സിമം പണികൾ തീർത്ത് വെച്ചിട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇടപാട് തീരും. ഒന്നാമത് നമ്മൾ യാത്ര ചെയ്യാണ്ടിരുന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുക്കുട്ടനും ധ്യാനൂട്ടനും വന്ന് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അച്ചുക്കുട്ടൻ വന്ന് ചായ കുടിച്ച് തീരാറായി, ധ്യാനൂട്ടൻ വന്നില്ല കേട്ടോ. പിന്നെ മക്കളെ വേഗം തന്നെ സ്കൂളിൽ കൊണ്ടുപോയി, സ്കൂളിലല്ല ബസ് കയറ്റി വിടാനായിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റടിക്കപ്പോൾ നല്ല രസമാണ്, പെട്ടെന്ന് പണി തരും. നേരത്തെ ഓരോ ഇല കിള്ളി അടിച്ചുകൊണ്ടിരുന്നത്, കാരണം പൊടി പറന്നിട്ട് അടിക്കാൻ മേലായിരുന്നേ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും, സ്പീഡിൽ വേഗം അടിച്ചു വിടാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ അടിച്ചിട്ടാലും മഴ പെയ്ത് കഴിഞ്ഞ് പിറ്റേന്ന് മുറ്റടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടം പോലെ ഇലയുണ്ട് മുറ്റത്ത് അടിക്കാനായിട്ട്. ചുറ്റും ഇങ്ങനെ മരങ്ങൾ നിൽക്കണ കാരണം ഒരു കാറ്റ് വീശിയാൽ തന്നെ മുറ്റം നിറയെ ഇലകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞു. പിന്നെ തല്ലിപ്പടച്ച് യാത്രയായി കേട്ടോ, പെട്ടെന്ന് തല്ലിപ്പടച്ച് യാത്രയായി. ഞാൻ ബസ് കയറാനായിട്ട് പോണ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അഭിപ്രായം അത്യാവശ്യം നല്ല അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടം, അടിപൊളി എന്ന് തോന്നിയ കുറച്ച് കളക്ഷൻസ് എടുത്താണ്. അപ്പം നൈറ്റി മാത്രമല്ല, ഫ്രോക്ക് നൈറ്റി ഉണ്ട്, നൈറ്റി ഉണ്ട്, അത് നല്ല ചുരിദാറിൻ്റെ ടോപ്പും കൂടെ അടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത് കേട്ടോ. അത് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി മെറ്റീരിയൽസാണ്. അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇത്ര ചുമതല അറിയാമെന്നൊന്നും പറയാതെ ഇതാണ് എൻ്റെ കഷ്ടപ്പാട്. കവർ പാക്കറ്റ് നിർത്തി മാറ്റിയിട്ടെ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. പോയില്ല ഇതാണ്ടല്ലേ, എല്ലാം അടിപൊളി കളക്ഷൻസാണ്. കരിനീല, ഇത് നല്ലൊരു പച്ച, ചെറുപയർ പച്ച എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു പച്ചയാണ്. ഇത് കരിനീല, ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും തയ്ച്ച് വരുമ്പോൾ. യെല്ലോയും ഇതുകൂടെ വരുമ്പോൾ കരിനീല തന്നെ ഡിസൈനാണ്. ഇത് റോസ് കളറാണ്, ഇത് കരിനീല. ഇതെല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ. വീഡിയോ കിട്ടുന്നുണ്ടോ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ലാസ്റ്റ് ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെക്കട്ടെ. അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയ കളർ വേരിയേഷൻ വരുന്നുണ്ട്, പക്ഷെ നല്ല രസമുള്ള ഫീൽസ് നേരിട്ട് കാണാൻ. ഇതായിട്ടില്ലേ, ഇതൊക്കെ നല്ലൊരു കളറാണ്. കട്ടൺ റോസ്, അല്ലെങ്കിൽ എന്താ എന്തൊരു റോസ് എന്ന് പറയുന്നത്, പ്രത്യേക ഒരു കളർ, ബ്ലാക്ക് ഡിസൈനോടെ നമുക്ക് നല്ല ഭംഗിയാണ്. ആർക്കെല്ലാം വേണമെങ്കിൽ ഞാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തത് ഇത് കണ്ടില്ല, മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ വാട്സപ്പ് മെസ്സേജ് ചെയ്യുമ്പോൾ അയച്ചു തരാം കേട്ടോ. കാരണം ഇത് റേറ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട്, അതായത് ഞാൻ ചുരിദാറിൻ്റെ മെറ്റീരിയൽ വന്നിട്ടാണ് അത് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചേക്കണം. അപ്പോൾ അത് മാറ്റി വെക്കണം. ഇത് കണ്ടോ, നല്ല അജറക്കിൻ്റെ പ്രിന്റ് വന്നിട്ടുണ്ടേ. ഇതൊക്കെ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ്, വേണ്ടല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതൊക്കെ മാറ്റി വെക്കട്ടെ കേട്ടോ. ഇതൊരു വൈറ്റിലൊരു നല്ല, ഈ വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ഇളം റോസ് കളറ്. ഇതൊക്കെ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ, ചുരിദാർ തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ അതെ ഇത് കണ്ടോ, ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം.
വിശേഷങ്ങൾ. ശരിക്കും മടുത്തു പോയതാണേ. ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്നു പോകും. അതുപോലെ കിടക്കണില്ല. കിടന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചകൂടെ ഞങ്ങൾക്ക് വരാനായിട്ടുണ്ട്. ഞാൻ പോയ ബസ്സേ ഒത്തിരി ചുറ്റിക്കറങ്ങി വയസ്സ് ദൂരെ നമ്മൾ തുണി എടുക്കണം. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട സമയത്ത് 3/4 മണിക്കൂർ എടുത്തു അങ്ങോട്ട് കൂടും. പിന്നെ വേറെ ബസ് എടുത്തിട്ട് ഈ സാധനം ചെന്നുകൊണ്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ പാടാൻ കിട്ടിയ ബസ്സിന് കയറി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ടയർഡായി. അല്ലെങ്കിൽ ടയർഡാവുള്ളൂ വരുമ്പോൾ ഇത് മുഴുവൻ ചുവന്നോട് വരുമ്പോഴത്തേനും. എന്നാ വെയിലല്ലേ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇരുന്നുകൂടി വരും. ഇന്നലെ ഇരുന്നുകൂടി വന്നിട്ട് പെയ്തില്ല കേട്ടോ, ചാറി പോയുള്ളൂ. ഇന്നും പതിയെ ഇരുന്നുകൂടി വരണ്ട, പെയ്യുമില്ല ആർക്കാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.